കഴിഞ്ഞ ദിവസത്തെ എൻ്റെ യാത്രയിൽ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. അദ്ദേഹം സെക്യൂരിറ്റി ആയിട്ട് ജോലിയാണ്. വയസ്സ് 79 ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ 38 വർഷം ഗൾഫിൽ ജോലി ചെയ്ത ആളാണ്. സ്റ്റോർ കീപ്പറായിട്ട് ഒരു ഓയിൽ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ്. 5 ഭാഷകൾ അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജില്ല വിട്ടിട്ട് വേറൊരു ജില്ലയിൽ സെക്യൂരിറ്റിക്കാരനായിട്ട് ജോലി ചെയ്യുന്നു. ചോദിച്ചപ്പോൾ ആരൊക്കെയുണ്ട്? വൈഫുണ്ട്, മോളെ കല്യാണം കഴിച്ചു, ഡൽഹിയിലാണ്, വെൽ സെറ്റിൽഡാണ്. അപ്പോൾ ചേട്ടൻ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? എനിക്കെൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ചിലവുകൾ വേണം. മാസം ഒരു 3000 രൂപ മതി. അതിന് വേണ്ടിയിട്ട് അതെങ്കിലും കിട്ടിയിരുന്ന് ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തേനെ. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് 6% പലിശ അനുസരിച്ചിട്ട് പെൻഷൻ പ്ലാൻ ഇടണമെങ്കിൽ 6 ലക്ഷം രൂപ ഒന്നിച്ചടയ്ക്കണം. അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അദ്ദേഹം സമ്പാദിച്ചതെല്ലാം വസ്തുവകൾ വാങ്ങിച്ചു കൂട്ടുന്നതിലാണ് ചെയ്തത്. അതിൽ കുറേ ഒക്കെ മോളുടെയും ഭർത്താവിൻ്റെയും പേരിലേക്ക് എഴുതി കൊടുത്തു. ബാക്കിയുള്ളത് അദ്ദേഹത്തിൻ്റെയും വൈഫിൻ്റെയും പേരിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ല, എന്നാൽ അത് വിൽക്കാനും സമ്മതിക്കുന്നില്ല. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വിൽക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലിരിക്കുന്ന വ്യക്തിയാണ് കാണുന്നത്. അപ്പോൾ നമ്മളെല്ലാ നിക്ഷേപങ്ങളും ഒരൊറ്റ ഇതിൽ തന്നെ ഇടാതെ തന്നെ പല ഇതിലേക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ബെനിഫിറ്റ് ആകും. ഡോണ്ട് പുട്ട് ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്നുള്ള വലിയ ഫേമസ് ആയിട്ടുള്ളൊരു സേയിങ് ഉണ്ട്. എല്ലാ നിക്ഷേപങ്ങളും ഒരേ ഇതിൽ തന്നെ ചെയ്യാൻ പാടില്ല. അത് ഡൈവേഡ് ചെയ്തിട്ട് പല ഇതിലായിട്ടൊക്കെ ഇടുവാണെങ്കിൽ റിട്ടയർ ചെയ്യുമ്പോൾ നല്ലൊരു പെൻഷൻ പ്ലാൻ കിട്ടും. താങ്ക് യു.